Good morning. Okay. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിരുന്നു കേട്ടോ. ഏതായിരുന്നു അത്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. പിന്നെ നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കിയോ? ആ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ വായിച്ചു? ഓക്കെ, വായിച്ചു. കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ചാപ്റ്റർ നല്ലപോലെ പഠിക്കണം കേട്ടോ. കാര്യം അത് ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ അത് പഠിക്കണം കേട്ടോ. ഓക്കെ, എല്ലാ ചാപ്റ്ററും പഠിക്കണം, പക്ഷെ അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാം. ഡിപ്പാർട്ട്മെന്റ്സ് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ICU ആണ് അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. അത് കുറച്ച് കാര്യങ്ങൾ, എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പരിചരിക്കുന്നത്, കുറച്ച് കേസുകൾ, ചില പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടു. പിന്നെ പറഞ്ഞത് കോമൺ ടൈപ്സ് ഓഫ് ICU ആണ് അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ICU. ഏത് തരത്തിലുള്ള പരിചരണമാണ് കൊടുക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് ICU തന്നെ പല ടൈപ്പുകളുണ്ട്. അതിന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ഇതിന്റെ നോക്കാം. ബാക്കിയുള്ളത് ഇതിൽ നിന്ന് ഓൺമ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മൾ കോമൺ ടൈപ്പ് ഒക്കെ കണ്ടു. കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, കാർഡിയോവാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതുപോലെ ഗൈസ്ട്രോ അല്ലെ, GICU ഗൈസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പിന്നെ MICU മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, NICU നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ, നവജാത ശിശുക്കൾക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ICU ആണ് അല്ലെ. അതുപോലെ തന്നെ ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, പീഡിയാട്രിക് PICU പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ SICU, അതുപോലെ തന്നെ TICU ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞ ദിവസം സിസ്റ്റർ ആണെന്നോട് എന്നോട് ചോദിച്ചത്. ട്രോമ ICU എന്ന് പറയുന്നത് സൈക്കാട്രി വിഭാഗത്തിലായിരിക്കും. അങ്ങനെയല്ല, അത് മെന്റൽ ട്രോമ കേസുകളാണ്. ഇവിടെ ഉദ്ദേശിക്കുന്ന ട്രോമ എന്ന് പറയുന്നത് നമ്മുടെ സിവിയർ ആയിട്ടുള്ള ഹെഡ് ഇഞ്ചുറി, വല്ല ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ട് ഭയങ്കര സിവിയർ ആയിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവും, ചില മുറിവുകളൊക്കെ സംഭവിക്കുന്നത്, ആ ഒരു ട്രോമയാണ് കേട്ടോ ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് സൈക്കാട്രി വിഭാഗത്തിൽ നിന്നല്ല പറയുന്നത്, അല്ലാതെ ഉണ്ടാവുന്ന ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. പ്രത്യേകിച്ച് ഇങ്ങനെ അപകടങ്ങൾ മൂലമൊക്കെ ഉണ്ടാവുന്ന ഗുരുതരമായിട്ടുള്ള പരിക്കുകള്, ആഘാതങ്ങള്, അങ്ങനെയുള്ളവർക്ക് പരിചരണം കൊടുക്കുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ, ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അതുവരെ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം കേട്ടോ. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ആണ് കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതായത് ഒരു ICU ഓർഗനൈസ് ചെയ്ത് അതിന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട്, അതിന്റെ ഒരു ഓർഗനൈസേഷൻ ഘടനയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ICUവിനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എത്രയായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതൊക്കെയാണ് അത്. ഒന്നാമത്തത് ഓപ്പൺ യൂണിറ്റ് ICU, രണ്ടാമത്തത് ക്ലോസ്ഡ് യൂണിറ്റ് ICU. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്തത്. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ICUവിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്ന് ഓപ്പൺ യൂണിറ്റ് ICU, രണ്ടാമത്തത് ക്ലോസ്ഡ് യൂണിറ്റ് ICU. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് നമുക്ക് വായിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്കിത് വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ അത് പറയുന്നതിനേക്കാളും മുമ്പായിട്ട് ആരാണ് ഒരു ഫിസിഷ്യൻ, ഓക്കെ, അതുപോലെ ആരാണ് ഒരു ഇന്റൻസിവിസ്റ്റ്, ഇത് രണ്ടും നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കണം. ഓക്കെ, ആരാണ് ഒരു ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീസ് എ ഡോക്ടർ അല്ലെ, ഹീസ് എ
ഡോക്ടർ ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ, അല്ലെ? അതായത് മെഡിസിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വ്യക്തിയല്ല. സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് എന്തിലാണ്? ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ തന്നെയാണ് നമ്മൾ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, അറിയാലോ നമുക്ക്. പിന്നെ വരുന്ന അത് തന്നെ ജനറൽ പ്രാക്ടീഷണറെയാണ് ഫിസിഷ്യൻ. അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടില്ല, പകരം എന്താണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ആണ്. ഇതെല്ലാം വരും. ഓക്കെ, അങ്ങനെ ഒരു വ്യക്തിയാണ്. ഇനി ആരാണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറഞ്ഞാല്? ഇന്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ICU ഇൻചാർജ് അങ്ങനെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ICU ഡയറക്ടർ എന്നൊക്കെ നമുക്ക് പറയാം. ആരാണ് ഇന്റൻസിവിസ്റ്റ്? എന്തായിരിക്കും ഇന്റൻസിവിസ്റ്റ്? അതായത് നമ്മുടെ ICUവിനകത്ത് അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റിനകത്ത് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയ ആളുകൾക്ക് പരിചരണം കൊടുക്കുന്നതില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് കേട്ടോ. ICUവിനകത്ത് ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയ ആളുകളായിരിക്കുമല്ലോ, അവർക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്നതില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, ഡോക്ടേഴ്സ് അവരെയാണ് നമ്മൾ പൊതുവെ ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്റൻസിവിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫിസിഷ്യൻ ആരാണെന്നും ഇന്റൻസിവിസ്റ്റ് ആരാണെന്നുള്ളതും ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും, അവിടെ എന്താണ് ഇവരുടെ റോള്? അവിടെയാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ആദ്യത്തെ ഓപ്പൺ യൂണിറ്റ് ICU ആണ്. ഈ ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് എന്താണ് പ്രത്യേകത എന്ന് അറിയാമോ? അവിടെ ഈ പറയുന്ന ICUവിലേക്കുള്ള രോഗികളുടെ അഡ്മിഷൻ ആയിക്കോട്ടെ, ഡിസ്ചാർജ് ആയിക്കോട്ടെ, അതിനെല്ലാം തന്നെ മേൽനോട്ടമായിട്ടുള്ളത് ആരാണെന്ന് അറിയൂ? ഫിസിഷ്യൻ ആണ്. അതായത് ഒരു അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ്. ഹീസ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യൻസ്. ഇതിനകത്ത് ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത്. ഓക്കെ, ഒരു ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് പ്ലാനുകൾ തയ്യാറാക്കുന്നതും അതുപോലെ ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നടത്തുന്നത് ആരാണ്? അത് അറ്റൻഡിങ് ഫിസിഷ്യൻ ആണ്. ഓക്കെ, ഒരു ഫിസിഷ്യൻ ആണ് അത് നടത്തുന്നത്. അതേസമയം ഇന്റൻസിവിസ്റ്റുകൾക്ക് വളരെ ചെറിയ റോള് മാത്രമേ എവിടെ വരുന്നുള്ളൂ? ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത് വരുന്നുള്ളൂ. കാര്യം ഇന്റൻസിവിസ്റ്റുകളെ സംബന്ധിച്ച് അവിടെ എന്താണ്, ഇപ്പൊ ഒരു ബ്ലഡിന്റെ ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ ICUവിൽ വരെ സ്റ്റാഫിന്റെ ഷോർട്ടേജ് വന്നു. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലൊക്കെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ള റോള് മാത്രമേ ആർക്ക് വരുന്നുള്ളൂ? ഇന്റൻസിവിസ്റ്റുകൾക്ക് വരുന്നുള്ളൂ. ഏതിനകത്ത്? ഓപ്പൺ യൂണിറ്റ് ICUവിനകത്ത്. ഓക്കെ, അതാണ് ഓപ്പൺ യൂണിറ്റ് ICU. അതേസമയം നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റ് ICUവിനകത്ത് വരുമ്പോൾ അവിടെ എങ്ങനെയാണ്? നേരെ തിരിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതലും ഇന്റൻസിവിസ്റ്റുകൾക്കാണ് മെയിൻ റോള് വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ICUവിലേക്കുള്ള രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പ്ലാനുകൾ തയ്യാറാക്കുന്നതും അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതുമായ മെയിൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിർവഹിക്കുന്നത് ആരായിരിക്കും? ഇന്റൻസിവിസ്റ്റുകൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഫിസിഷ്യന്മാർക്ക് അവിടെ റോൾ ഇല്ല എന്നല്ല പറയുന്നത്. ഈ പറയുന്ന ഇന്റൻസിവിസ്റ്റുകള് ഫിസിഷ്യന്റെ ആ ഒരു അഡ്മിറ്റിംഗ് ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു പരിചരണം ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ക്ലോസ്ഡ് യൂണിറ്റ് ICU. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഓപ്പൺ യൂണിറ്റിനകത്ത് ഒരു ഫിസിഷ്യൻ ആണ് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നത്. അദ്ദേഹം ആണെങ്കിലോ ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റി ഈ പറയുന്ന ICU പേഷ്യൻസില് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഉള്ള വ്യക്തിയാണോ ഫിസിഷ്യൻ എന്ന് പറയുന്നത്? അല്ല, അല്ലെ? അങ്ങനെയുള്ള ഒരാളാണ് ഓപ്പൺ യൂണിറ്റിനകത്ത് മെയിൻ റോള് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം നമ്മൾ ക്ലോസ്ഡ് യൂണിറ്റിലോട്ട് വരുമ്പോഴോ അവിടെ ഈ പറയുന്ന ഇന്റൻസീവ്, അതായത് ഈ ക്രിട്ടിക്കൽ പേഷ്യൻസിനെ പരിചരിക്കുന്നതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റൻസിവിസ്റ്റ് ആണ് അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹമാണ് അഡ്മിറ്റ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് പ്ലാനുകൾ തയ്യാറാക്കുന്നതും ഒക്കെ അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ ഏതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഏതാണ് ഫീൽ ചെയ്യുന്നത്? ഓപ്പൺ യൂണിറ്റ് ആണോ അതോ ക്ലോസ്ഡ് യൂണിറ്റ് ആണോ? ഓക്കെ, ഏതായിരിക്കും നിങ്ങൾക്ക്? ക്ലോസ്ഡ് യൂണിറ്റ് ആണ് അല്ലെ? ഓക്കെ, ശ്രുതി പറഞ്ഞു ക്ലോസ്ഡ് യൂണിറ്റ് ആണ്. ശ്രുതിയുടെ മാത്രം അഭിപ്രായമാണ് അത്. ബാക്കി എല്ലാവർക്കും എന്താണ്? ശരണി പറയുന്നുണ്ട്, നസീഹ ഒക്കെ നിന്നി ഗഫൂറൊക്കെ പറയുന്നുണ്ട് അല്ലെ? ക്ലോസ്ഡ് യൂണിറ്റ് ആണ് നല്ലത്. കാര്യം എന്താ? എന്ന് പറയുമ്പോൾ ഇന്റൻസ്. ഓക്കെ, റുബീനിയൻ പറയുന്നുണ്ട് ക്ലോസ്ഡ് യൂണിറ്റ് ആണ്. ഓക്കെ ഓക്കെ, ക്ലോസ്ഡ് ആണ്. ഓക്കെ, അതായത് കാര്യം എന്താണ്? ഇന്റൻസിവിസ്റ്റുകളാണ് എന്ത് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അവര് കുറേയും കൂടി ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കാം. ഇപ്പൊ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രാവീണ്യമുള്ള ആളുകൾ ചെയ്യുമ്പോഴാണ് അത് കുറേയും കൂടെ എന്താവുള്ളൂ, കുറച്ചും കൂടെ അത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് യൂണിറ്റ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിലായിക്കോട്ടെ നമ്മുടെ നാട്ടിലെല്ലാം
ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ എങ്ങനെയുള്ളതാണ്? ആർട്ടിസ്റ്റ് കറക്റ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ സ്പെഷ്യലിസ്റ്റ് ഈസ് ബെറ്റർ ദാൻ ദ ഫിസിഷ്യൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടില് ഇന്ത്യയിലൊക്കെ ഒട്ടുമിക്ക ICU എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് യൂണിറ്റ് ICU ആണ്. ഓക്കെ ആണോ? മനസ്സിലായോ? ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ പറഞ്ഞത്. ആരാണ് റെസ്പോൺസിബിൾ ആയിട്ട് അത് ആ ഒരു ഇതിന്റെ പേരിലാണ് അവിടെ വ്യത്യാസം വരുന്നത്. ഓപ്പൺ യൂണിറ്റിലാണെങ്കിൽ the primary physician is responsible for the admission and discharge of the intensive care patients. അതേസമയം ക്ലോസ്ഡ് യൂണിറ്റിലാവുമ്പോഴോ ഇന്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ ICU ഡയറക്ടർ, ICU ഇൻചാർജ് എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ഇന്റൻസിവിസ്റ്റുകളാണ് കേട്ടോ. അവരാണ് റെസ്പോൺസിബിൾ ഫോർ ദ അഡ്മിഷൻ, ട്രീറ്റ്മെന്റ് പ്ലാൻ ആൻഡ് ഡിസ്ചാർജിന്റെ ക്ലോസ്ഡ് യൂണിറ്റ് ICU. ഓക്കെ, അത്രയേ ഉള്ളൂ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ നമുക്കിത് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓഫ് ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഫസ്റ്റത്തെ എന്താണ്? ഓപ്പൺ യൂണിറ്റ്. ഓപ്പൺ യൂണിറ്റിൽ എന്താണ് പറയുന്നത്? ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻസ് മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യൻസ് അല്ലെ? ഓൾ അറ്റൻഡിങ് ഫിസിഷ്യൻ മേ അഡ്മിറ്റ് ആൻഡ് കെയർ ഫോർ പേഷ്യൻസ്. ഫിസിഷ്യന്മാരാണ് അവരുടെ പേഷ്യന്റിനെ ICUലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട പരിചരണങ്ങളൊക്കെ കൊടുക്കുന്നത്. The triage physician falls on director of ICU when there is a bed or staff shortage. എന്താണ് പറയുന്നത്? ട്രയേജ് ഡിസിഷൻ. ട്രയേജ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് എടുക്കേണ്ട തീരുമാനങ്ങളാണ് കേട്ടോ ട്രയേജ്. ഓക്കെ, ട്രയേജ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഉടനടിയുള്ള തീരുമാനം. നമുക്ക് ചില ക്രിട്ടിക്കൽ കണ്ടീഷൻസ് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു എന്താണ് നല്ലൊരു തീരുമാനം, പ്രത്യേക ഒരു ഡിസിഷൻ എടുക്കേണ്ട ചില സാഹചര്യം വരും. ഉടനടി എടുക്കുന്ന തീരുമാനങ്ങളാണ് കേട്ടോ. അതിനെയാണ് നമ്മൾ ട്രയേജ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രയേജ് ഡിസിഷൻ പാസ് ഓൺ ഡയറക്ടർ ഓഫ് ICU. ഡയറക്ടർ ഓഫ് ICU എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ICU ഇൻചാർജ് ആണ് കേട്ടോ, ഇന്റൻസിവിസ്റ്റുകളാണ്. വെൻ ദർ ഇസ് എ ബെഡ് ഓഫ് സ്റ്റാഫ് ഷോർട്ടേജ്, ICUവിനകത്ത് ഒരു ബെഡിന്റെ ഷോർട്ടേജ് വന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളിൽ ഷോർട്ടേജ് വന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ആര് ചെയ്യുന്നത്? ഡയറക്ടർ ഓഫ് ICU അഥവാ ഇന്റൻസിവിസ്റ്റുകൾ ചെയ്യുന്നത്. അതേസമയം ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് ആര് തന്നെയാണ്? ഫിസിഷ്യന്മാരാണ്. അതാണ് ഓപ്പൺ യൂണിറ്റ് ICUവിന്റെ പ്രത്യേകത. ക്ലിയർ ആണല്ലോ? ഇനി അതിന്റെ ഡ്രോബാക്ക് അതവിടെ കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രോബാക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. The major drawback of this concept is that these physicians might not have received specialized training for managing critically ill patients. ശരിയല്ലേ? അതായത് ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യാനൊരു സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആർക്കില്ല? ഈ പറയുന്ന ഫിസിഷ്യന്മാർക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ICUവിനകത്ത്. ഇതിനകത്താ പറയുന്നത് ഓപ്പൺ യൂണിറ്റ് ICU കേട്ടോ. സോ ഇറ്റ് ഈസ് ദ മേജർ ഡ്രോബാക്ക് ഓഫ് ദിസ് കൺസെപ്റ്റ്. അത് തന്നെ ആ ഒരു ഓപ്പൺ യൂണിറ്റ് ICUവിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് അതാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ? അടുത്തത് കേട്ടോ. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഏത് യൂണിറ്റ് ICUവിനകത്താണ് പ്രൈമറി ഫിസിഷ്യൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ICUവിനകത്താണ് ഇന്റൻസിവിസ്റ്റുകൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാറിപ്പോകരുത് കേട്ടോ. പിന്നെ അടുത്തത് ക്ലോസ്ഡ് യൂണിറ്റ് കേട്ടോ. ക്ലോസ്ഡ് യൂണിറ്റിൽ എന്താ പറയുന്നത്? The directors or associates are accountable for all the admissions and discharge. ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ICU ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ICUവിന്റെ ഇന്റൻസിവിസ്റ്റുകളാണ് കേട്ടോ. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ അല്ലെങ്കിൽ ഇന്റൻസീവ് കെയറിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരായിരിക്കും അഡ്മിഷൻസിനും ഡിസ്ചാർജിനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് ക്ലോസ്ഡ് യൂണിറ്റിനകത്ത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, once the patient is admitted, the unit team takes case of by collaborating with the admitting team for the efficient patient care. അപ്പൊ അവരെന്ത് ചെയ്യാണ്? അഡ്മിറ്റിംഗ് ടീം അല്ലെങ്കിൽ ഫിസിഷ്യന്റെ ടീമിനെ അവരൊരു മാറ്റി നിർത്തുന്നില്ല. പിന്നെ അവരെങ്ങനെയാണ് ചെയ്യുന്നത്? പേഷ്യന്റിനെ ICUവിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ICU ടീം എന്ത് ചെയ്യും? അവരുടെ കേസ് എടുക്കും. എങ്ങനെ കേസ് എടുക്കുന്നത്? ബൈ കൊളാബറേറ്റിംഗ് വിത്ത് അഡ്മിറ്റിംഗ് ടീം ഫോർ എഫിഷ്യന്റ് പേഷ്യന്റ് കെയർ. മറ്റുള്ള അഡ്മിറ്റിംഗ് ടീം ഫിസിഷ്യന്റെ ടീമുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവരെയും കൂടെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിചരണ മാർഗം പ്രൊവൈഡ് ചെയ്യുന്നത്, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ക്ലോസ്ഡ് യൂണിറ്റ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഫോളോയിങ് റീസൺ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലോസ്ഡ് യൂണിറ്റ് ആണ് കുറേ കൂടെ നല്ലത് അല്ലെ? എന്തുകൊണ്ടാണ്? റീസൺസ് അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷ്യേഷൻ. അതാണ് മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷ്യേഷൻ.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമയബന്ധിതമായിട്ട് തന്നെ നമുക്ക് പേഷ്യന്റിനെ വിലയിരുത്താനും അവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ആരംഭിക്കാനായിട്ടും സാധിക്കും. കാര്യം എന്താണ്, അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് അവർ പരിചരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഇതാണ് അവരുടെ ട്രീറ്റ്മെന്റ്, എങ്ങനെ അവരുടെ ട്രീറ്റ്മെന്റ് സെറ്റ് ചെയ്യണം, ആ ഒരു രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് പെട്ടെന്ന് തന്നെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കാനും അതൊരു ടൈം എന്താ പറയാ വളരെ ടൈം എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതേസമയം അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സ്പെഷ്യലൈസ് ചെയ്യാത്ത ആൾക്കാർക്കാകുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ചിലർ ഒരുപാട് ടൈം എടുക്കും, ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ സ്പെഷ്യലൈസ്ഡ് ആണ്. അവർക്ക് പെട്ടെന്ന് തന്നെ സമയബന്ധിതമായിട്ട് പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യാനും അതിനനുസരിച്ചൊരു ട്രീറ്റ്മെന്റ് അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ പറയുന്നത് എന്താണ്, ഇന്റൻസിവിസ്റ്റ് ആർ സ്പെസിഫിക്കലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. നമുക്കറിയാം അല്ലെ, ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റിയ പേഷ്യൻസിന് ഏറ്റവും നല്ല പരിചരണം കൊടുക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് വളരെ എന്താ പറയാ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണലി ട്രെയിനഡ് ആയിട്ടുള്ള ആളുകളാണ് ആര്, ഇന്റൻസിവിസ്റ്റുകൾ. അങ്ങനെയുള്ളവരുടെ സേവനമാണ് നമുക്ക് എവിടെ ലഭിക്കുന്നത്, ക്ലോസറി യൂണിറ്റിനകത്ത് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ യൂണിറ്റിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് അതിന്റെ ക്ലോസറി യൂണിറ്റ് ICU എന്ന് പറയുന്നത്. ഓക്കെ ആണോ, മനസ്സിലായോ പറഞ്ഞ കാര്യം, ക്ലിയർ ആണോ? ഒന്ന് വായിക്കാമോ? ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് ഒന്ന് എടുത്ത് വായിച്ചേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ നോക്കിയേ നിങ്ങൾ. ഓപ്പൺ യൂണിറ്റ് ICU, all attending physician may admit and care for patients. The triage decision falls on the director of ICU when there is a bed or staff shortage. What is the major drawback? The major drawback of this concept is that this physician might not have received specialized training for managing critically ill patient. Okay. ഇനി ക്ലോസറി യൂണിറ്റ് ICUനകത്ത് എന്താണ്, ദ ഡയറക്ടർ ഓർ അസോസിയേറ്റ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ ദ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. ഓക്കെ, അതിലെങ്ങനെയാ പേഷ്യന്റിന് കെയർ കൊടുക്കുന്നത്, ബൈ കൊളാബറേറ്റിംഗ് വിത്ത് ദ അഡ്മിറ്റിംഗ് ടീം. അല്ലെ, അഡ്മിറ്റിംഗ് ടീമിനായിട്ട് മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ല, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് നല്ലൊരു പരിചരണം കൊടുക്കുന്നത്. അഡ്വാൻറ്റേജസ് ചിലപ്പോൾ എടുത്തു ചോദിക്കാം. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. മോർ ടൈമിലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിഷിയേഷൻ than intensivist are specifically skilled in treating the critical ill patients. Okay, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് സ്റ്റാഫിംഗ് ആണ് കേട്ടോ. സ്റ്റാഫിങ്ങിനെ പറ്റിയാണ്, അതായത് നമ്മുടെ ICUവിലുള്ള സ്റ്റാഫുകളെ പറ്റിയുള്ള ഒരു കാര്യം നമുക്കറിയാം. ICU എന്ന് പറയുന്നത് ഒരു ടീം ഓഫ് ഹെൽത്ത് പ്രൊഫഷണൽ ആണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചൊരു കാര്യമാണ് അല്ലെ. കാര്യം അവിടെ കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും, അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യന്മാരുണ്ടായിരിക്കും, നഴ്സുമാരുണ്ടായിരിക്കും. അങ്ങനെ ഒരുവിധം എല്ലാ ഹെൽത്ത് പ്രൊഫഷണൽസുമാണ് അടങ്ങുന്ന ഒരു ടീമാണ് ICUവിനെ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്കറിയാം. ഓക്കെ, അതിന്റെ സ്റ്റാഫിങ്ങിനെ പറ്റിയിട്ട് പ്രത്യേകം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആരൊക്കെയാണ് അവിടുത്തെ സ്റ്റാഫിങ്ങുകളായിട്ട് വരുന്നത്? ഫസ്റ്റ് ആരാണ്? മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. ആദ്യത്തെ എന്താണ്, മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ഇൻ ICU. ഇത് പറയാം കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കാം ആരൊക്കെയാണ് സ്റ്റാഫുകളായിട്ടുള്ളത്. മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, അതുപോലെ തന്നെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകള്, പിന്നെ നഴ്സിംഗ് സ്റ്റാഫ് അല്ലെ, നഴ്സിംഗ് സ്റ്റാഫ്, പിന്നെ ആരാണ്? ഓക്സിലറി പേഴ്സണൽ. ഇതാണ് ഓക്സിലറി പേഴ്സണൽ. ഓക്സിലറി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരാണ് ഉള്ളത്. അതൊക്കെയാണ് മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്, അതുപോലെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകളുണ്ട്, ഓക്സിലറി പേഴ്സണൽസും ഉണ്ട്. ഓക്കെ, ഇത്രയും അടങ്ങുന്നതാണ് ICUവിന്റെ സ്റ്റാഫ്. ഇനി ഓരോരുത്തർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ. ഓക്കെ, ആരൊക്കെയാണ്? ICU ഇൻചാർജ് ഓർ ഇന്റൻസിവിസ്റ്റ് അല്ലെ. ICU ഇൻചാർജ് ഓർ ഇന്റൻസിവിസ്റ്റ്. ഇന്റൻസിവിസ്റ്റ് ആരാണെന്ന് അറിയാം. ICUവിലെ ക്രിട്ടിക്കൽ പേഷ്യൻസിനെ പരിചരിക്കുന്നതിൽ സ്പെഷ്യലൈസ്ഡ് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് കേട്ടോ. പിന്നെ ആരൊക്കെ ഉണ്ടായിരിക്കും? റെസിഡന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അത് സീനിയർ ഉണ്ടായിരിക്കും, ജൂനിയർ ഉണ്ടായിരിക്കും കേട്ടോ. റെസിഡന്റ് ഡോക്ടർ എന്താണ്? റെസിഡന്റ് ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെസിഡന്റ് ഡോക്ടേഴ്സ് അതായത് ഡോക്ടർ ഈസ് ട്രെയിനിങ്ങിലുള്ള ഡോക്ടറാണ് കേട്ടോ. നിലവിലെ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടറാണ് കേട്ടോ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡോക്ടർ ഇൻ ട്രെയിനിങ്. ഓക്കെ, ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞാല് ഇവര് MBBS കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കും, MD ചെയ്യും. MD ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിലായിരിക്കും.
ഇന്റൻസിവിസ്റ്റ് ആകുമ്പോൾ ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിരിക്കും അവർ എടുക്കുന്നുണ്ടാവുക. അങ്ങനെ അവർ MD കൂടെ കംപ്ലീറ്റ് ചെയ്ത പോസ്റ്റ് ഗ്രാജുവേഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ അവരൊരു ത്രീ ഇയർ ആണ് പൊതുവെ. 3 തന്നെ ആവണമെന്നില്ല, 3 or 4 ആവാം കേട്ടോ, അത് വ്യത്യാസമുണ്ട്. അപ്പൊ കുറച്ച് വർഷങ്ങളോളം അവര് റെസിഡൻസി പീരീഡിൽ ഇരിക്കാന്ന് പറഞ്ഞാല് പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് അവർ സ്പെഷ്യലൈസ് ചെയ്യൂലോ. ആ സ്പെഷ്യലൈസ് ചെയ്ത ഫീൽഡിനകത്ത് അവരെന്ത് ചെയ്യും, ഒരു 3-4 വർഷം അവര് ആ ഒരു ഫീൽഡിനകത്ത് അവര് ഒരു ട്രെയിനിങ് ഡോക്ടറായിട്ട് ഒരു റെസിഡൻസി പീരീഡിൽ അവർ ഇരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു മേഖലയിൽ, ആ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആ മേഖലയിൽ അവര് ഡോക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. അവര് റെസിഡന്റ് ഡോക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് അവര് ഒരു ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് കേട്ടോ. ആ ഒരു മേഖലയിൽ അവര് ആ സമയത്ത് അവര് ധാരാളം വർക്ക് എക്സ്പീരിയൻസും എല്ലാം അവർക്ക് ലഭിക്കും. അപ്പൊ അതിനുശേഷമാണ് ആ ഒരു റെസിഡൻസി പീരീഡ് കൂടെ കഴിയുമ്പോഴാണ് അവരൊരു ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് അവര് മാറുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അത്രയും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അതായത് MBBS കഴിയുന്നു, പിന്നെ അവര് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു. അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും മേഖലയിലായിരിക്കും അവര് എന്ത് ചെയ്യുന്നുണ്ടാവുക, പോസ്റ്റ് ഗ്രാജുവേഷൻ MD അവര് എടുക്കുന്നുണ്ടാവുക. അതിനുശേഷം അവര് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഫീൽഡിൽ ഒരു 3 or 4 years, ഞാൻ കറക്റ്റ് പറയണില്ല, 3-4 എന്ന് പറയുന്നത് ചിലപ്പോൾ അത് വ്യത്യാസം വരാം. പൊതുവെ ഒരു 3 അല്ലെങ്കിൽ 4 വർഷം അവര് ആ ഒരു ഫീൽഡില് അവർ റെസിഡൻസി പീരീഡിൽ ഇരിക്കും. എന്നുവെച്ചാൽ ആ മേഖലയിൽ അവർ ഒരു ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കും. അതിനുശേഷമാണ് പിന്നെ അവരൊരു ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് അവര് എന്ത് ചെയ്യുന്നത്, മാറുന്നത്. ഓക്കെ, അപ്പൊ ആ ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, നിലവിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുണ്ട്. അവരെയൊക്കെ നമ്മൾ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്നാണ് പറയുക. അതിനകത്ത് സീനിയർ ഉണ്ടായിരിക്കും, ജൂനിയർ ഡോക്ടേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ വരുന്നത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എൻ ICU ടീം. ഒരു ICU ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ആര്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. റെസ്പിറേഷൻ എന്താണ്, ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പൊ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആരായിരിക്കും, ദ ഡോക്ടർ ഹു പ്രൊവൈഡ് ദ ഹെൽപ്പ് ഫോർ ദ പേഷ്യൻസ്, അല്ലെ, ഫോർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെ. ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓക്സിജനേഷൻ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എവിടെ ഉണ്ടായിരിക്കും, ICU ടീമിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, റെസ്പിറേഷൻ ആലോചിച്ചാൽ മതി അല്ലെ. ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന രോഗികളെ സപ്പോർട്ട് ചെയ്യാൻ, അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കാനായിട്ട് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകളും ICU ടീമിന്റെ ഭാഗമായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ്, നഴ്സിംഗ് സ്റ്റാഫ്. ഓക്കെ, നഴ്സിംഗ് സ്റ്റാഫിനെ പറ്റി പറയുന്നത് എന്താണ്, ഹൈലി ട്രെയിൻഡ് ആൻഡ് ഓഫ് എബോവ് ആവറേജ് കോമ്പിറ്റൻസ്. അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള, ഒരു എബോവ് ആവറേജ് കോമ്പിറ്റൻസ് വെച്ച് അത്യാവശ്യം ഏബിൾ ആയിട്ടുള്ള നഴ്സുമാരായിരിക്കും എവിടെ ഉണ്ടായിരിക്കാം, ICU ടീമിനകത്ത് ഉണ്ടായിരിക്കാം. ഇനി അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം, ചോദിക്കാറുണ്ട്. റെക്കമെൻഡഡ് നഴ്സ് പേഷ്യന്റ് റേഷ്യോ ഈസ് 1:1 or 1:2. ചോദിക്കാറുണ്ട് കേട്ടോ. ICUവിനകത്തെ നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയാണ്? 1:1 or 1:2. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. 1:1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 nurse is serving for 1 patient. ഒരു പേഷ്യന്റിന് സർവ് ചെയ്യാനായിട്ട് ഒരു നഴ്സ്. 1:2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 nurse is serving for the 2 patients, അല്ലെ. 2 പേഷ്യൻസിന് നോക്കാൻ ഒരു നഴ്സ്. അതെ, ഇങ്ങനെ വേണമെങ്കിൽ ആവാം, ചിലപ്പോൾ 1:1 ആവാം, ചിലപ്പോൾ 1:2 ആവാം. രണ്ടും കറക്റ്റ് ആണ് കേട്ടോ. ചോദിക്കാറുണ്ട് കേട്ടോ, നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. ഇനി ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഇതും കൂടെ ശ്രദ്ധിക്കണം. ചോദ്യം നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ആണെങ്കിൽ ഓക്കെ, 1:1 or 1:2. ചിലപ്പോൾ 1:1 വരുമ്പോൾ വിഷയം വരുന്നില്ല, 1:2 വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ചിലപ്പോൾ ഹോസ്റ്റലിൽ തരുന്നത് പേഷ്യന്റ് ടു നഴ്സ് റേഷ്യോ അങ്ങനെയാണ്, മാറ്റിയാണ് ചോദിക്കുന്നതെങ്കിൽ എന്താ വരിക, അപ്പൊ 2:1 കേട്ടോ. അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോക്കണം. നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ 1:2 ആണ്. തിരിച്ച് ചോദിക്കാണ് പേഷ്യന്റ് ടു നഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ 1:2 അല്ല ഇവരുടെ, നേരെ തിരിച്ചു ചെയ്താണ് കേട്ടോ, 2:1. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് നോട്ട് ചെയ്ത് വെക്കണം. അടുത്തതാണ് ഓക്സിലറി പേഴ്സണൽ. ആരാണ് ഓക്സിലറി പേഴ്സണൽ? ഓക്സിലറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ICUവിൽ വേണ്ട സപ്പോർട്ടിങ് സേവനങ്ങളൊക്കെ കൊടുക്കുന്ന സ്റ്റാഫുകളാണ് കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് ആൻസർ? റേഷ്യോ ഒന്നുകൂടെ പറയുമോ? റേഷ്യോ എത്രയേ ഉള്ളൂ, അതായത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ. ICUവിനകത്ത് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ എത്രയാണ്? 1:1 അല്ലെങ്കിൽ 1:2 ആണ്.
1:1 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1 nurse is serving for 1 patient. ഒരു നഴ്സ്, ഒരു പേഷ്യന്റിന് ഒരു നഴ്സ്, അല്ലെങ്കിൽ 2 പേഷ്യൻസിന് ഒരു നഴ്സ്. അതാണ് 1:2. ആ രീതിയിലായിരിക്കും. കാര്യം അത്രയേറെ തീവ്രപരിചരണം കൊടുക്കേണ്ട രോഗികളാണല്ലോ. ചിലപ്പോൾ ഒരു പേഷ്യന്റ് ഒരു നഴ്സ് ആയിരിക്കും സർവ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ 2 പേഷ്യൻസിനെ നോക്കാൻ ഒരു നഴ്സ്. ആ ഒരു രീതിയിലാണ് അവിടുത്തെ റേഷ്യോ വരുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത് കേട്ടോ. അതന്നെ 1 nurse for 2 patient, 1:2 ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. അടുത്തത് ഓക്സിലറി പേഴ്സൺ ആണ് കേട്ടോ. ഓക്സിലറി പേഴ്സൺ എന്ന് പറഞ്ഞാൽ, ഓക്സിലറി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതായത് ICU യൂണിറ്റിന്, ഇന്റൻസീവ് കെയർ യൂണിറ്റിന്. അത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ മെഡിക്കൽ സ്റ്റാഫിലെയും നഴ്സിംഗ് സ്റ്റാഫിലെയും റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾക്കൊക്കെ സപ്പോർട്ടിംഗ് സേവനങ്ങൾ കൊടുക്കുന്ന അവിടുത്തെ സ്റ്റാഫുകളാണ്. അതിനകത്ത് ആരൊക്കെ പെടുന്നുണ്ട്? ICU ടെക്നീഷ്യൻസ് പെടില്ലേ? ICU ടെക്നീഷ്യന്മാർ പെടും. കാര്യം എന്താണ്? ICUവിനകത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ മെയിൻ്റനൻസും മറ്റും ചെയ്യുന്നതിനായിട്ട് ICU ടെക്നീഷ്യന്മാർ ആവശ്യമാണ്. നമുക്കറിയാം, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും ഇൻസ്ട്രുമെന്റുകളൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് വളരെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? മെയിൻ്റനൻസ് നടത്തിയിരിക്കണം. അപ്പൊ അതിനായിട്ട് ICU ടെക്നീഷ്യന്മാർ അവിടെ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? നഴ്സിംഗ് എയ്ഡ്സ് കേട്ടോ. നഴ്സിംഗ് എയ്ഡ്സ് എന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥമാണ്. നഴ്സുമാരെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാര്, അല്ലെങ്കിൽ നഴ്സിനെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ കേട്ടോ. അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതിന്റെ സ്വീപ്പേഴ്സ് അല്ലെ. ഈ പറയുന്ന ICUവിന്റെ റൂമൊക്കെ വളരെ ക്ലീൻ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം. അപ്പൊ അതിനായിട്ടുള്ള സ്വീപ്പേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ നഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞ് നഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ്. അപ്പൊ വാർഡ് ബോയ്സ് എന്നൊക്കെ പറയുമ്പോൾ, ഫീമെയിൽ അറ്റൻഡൻസ് എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പൊ നമുക്കറിയാലോ ICU എന്ന് പറയുമ്പോൾ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചിലപ്പോൾ സ്വയം ചെയ്യാൻ പറ്റുന്നു വരില്ല, അതായത് സാഹചര്യമുള്ള പേഷ്യൻസ് ആയിരിക്കില്ല. അപ്പൊ അവരുടെ ബാത്തിങ്, അവരുടെ എന്താ പറയാ കുളിപ്പിക്കാൻ, അവരുടെ ഗ്രൂപ്പിങ്, അവരുടെ ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഓറൽ മെഡിസിൻസുകളൊക്കെ അവർക്ക് കൊടുക്കുക. അങ്ങനെ ഒരു അവരുടെ ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഫീമെയിൽ അറ്റൻഡൻസ് ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നത് കേട്ടോ. അവരെ ഡ്രസ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരെ വൃത്തിയാക്കി വെക്കുക, അല്ലെങ്കിൽ അവർക്ക് വല്ല ബാത്റൂമിൽ പോകാൻ അവരെ ഹെൽപ്പ് ചെയ്യാം. അവർക്ക് വേണ്ട മെഡിസിൻ എന്ന് പറഞ്ഞാൽ അവര് പ്രിസ്ക്രൈബ് അല്ല, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് അവര് കറക്റ്റ് ആയിട്ട് ഓറൽ മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള അവരുടെ ബേസിക് ആക്ടിവിറ്റീസിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഫീമെയിൽ അറ്റൻഡൻസ്. വാർഡ് ബോയ്സ് അവർക്ക് ബെഡ് ചേഞ്ച് ചെയ്യുക, ബെഡ് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലേ. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നഴ്സല്ല, നഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. വാർഡ് ബോയ്സ്, ഫീമെയിൽ അറ്റൻഡൻസ്, സ്വീപ്പേഴ്സ്. അവരൊക്കെ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? ഓക്സിലറി പേഴ്സണൽ വിഭാഗത്തിനാണ് വരുന്നത്. ക്ലിയർ ആയോ? സ്റ്റാഫിങ് എളുപ്പമല്ലേ? സ്റ്റാഫിങ് വളരെ എളുപ്പമല്ലേ? സ്റ്റാഫിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെഡിക്കൽ സ്റ്റാഫ് വരുന്നുണ്ട്, നഴ്സിംഗ് സ്റ്റാഫ് വരുന്നുണ്ട്, റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് വരുന്നുണ്ട്, ഓക്സിലറി പേഴ്സണൽ വരുന്നുണ്ട്. മെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ആണ്. ICU ഇന്റൻസിവിസ്റ്റുകൾ ഉണ്ടായിരിക്കും, റെസിഡന്റ് ഡോക്ടർമാരുണ്ടായിരിക്കും. നഴ്സിംഗ് സ്റ്റാഫ് ആകുമ്പോൾ അത്യാവശ്യം പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സുമാരായിരിക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നഴ്സ് ടു പേഷ്യന്റ് റേഷ്യോ ഇൻ ICU എന്ന് പറയുന്നത് 1:1 അല്ലെങ്കിൽ 1:2. രണ്ടും ശരിയാണ് കേട്ടോ. ചിലപ്പോൾ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നേ തരുള്ളൂ. അപ്പൊ അത് മാർക്ക് ചെയ്താൽ മതി. രണ്ടും തന്നെയാണെങ്കിൽ ബോത്ത് മാർക്ക് ചെയ്യുക കേട്ടോ. 1:1 or 1:2. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് അറിയാലോ, ശ്വസന സംബന്ധമായുള്ള പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യൻസിനെ സഹായിക്കാനായിട്ട്. പിന്നെ ഓക്സിലറി പേഴ്സൺസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങിനെ പറ്റി അറിയാൻ. മനസ്സിലായില്ല? അടുത്തത് നോക്കാം നമുക്ക്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, സ്റ്റാഫിംഗ് ഒന്ന് വായിക്കും. അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് രജിസ്ട്രാർ ഇൻ ICU. എന്താണ് രജിസ്ട്രാർ ഇൻ ICU? ഇത് മുൻവർഷ ചോദ്യങ്ങള്, മുൻവർഷ ക്വസ്റ്റ്യൻസ് പേപ്പറിൽ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Who is the registrar in ICU? അല്ലെങ്കിൽ ഡാഷ് is the registrar in ICU എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരാണ് രജിസ്ട്രാർ ഇൻ ICU? ICUയുടെ രജിസ്ട്രാർ ആരാണെന്ന് അറിയാമോ? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ് കേട്ടോ. അപ്പൊ നോക്കിക്കേ, വൺ സീനിയർ റെസിഡന്റ് who becomes registrar, ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്, post MD, will always be on duty. He or she can be a consultant later after few years of attaining experience.
ഞാൻ നേരത്തെ റെസിഡന്റ് ഡോക്ടേഴ്സിനെ പറ്റി പറഞ്ഞില്ലേ, ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് അത്? അതായത് അവർ MBBS കഴിയുന്നു, അത് കഴിഞ്ഞിട്ട് അവർ ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഫീൽഡിൽ MD ചെയ്യാണ്, ഡോക്ടർ ഓഫ് മെഡിസിൻ. പോസ്റ്റ് നമ്മളിപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്യില്ലേ എന്നതുപോലെ അവര് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കും. ആ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫീൽഡിനകത്ത് അവരൊരു 3-4 വർഷം റെസിഡൻസി പീരീഡിൽ ട്രെയിനിങ് പീരീഡിലുള്ള ഡോക്ടേഴ്സ് ആണ് റെസിഡൻസി പീരീഡിൽ ഇരിക്കും. അങ്ങനെ അവരൊരു 3-4 വർഷത്തെ ആ ഒരു റെസിഡൻസി പീരീഡ് കഴിയുമ്പോഴാണ് പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് അവര് മാറുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്, വൺ സീനിയർ റെസിഡന്റ് ഹു ബിക്കംസ് രജിസ്ട്രാർ. അപ്പൊ ICUവിന്റെ രജിസ്ട്രാർ ആരാണ്? സീനിയർ റെസിഡന്റ് ഡോക്ടർ ആണ്. തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. സീനിയർ റെസിഡന്റ് ഡോക്ടർ, സീനിയർ റെസിഡന്റ് ആണ് ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ പറഞ്ഞിട്ടുണ്ട് പോസ്റ്റ് MD. പോസ്റ്റ് MD എന്ന് വെച്ചാൽ MD കഴിഞ്ഞിട്ട് കേട്ടോ, MD കഴിഞ്ഞിട്ടുള്ള, പോസ്റ്റ് മീൻസ് കഴിഞ്ഞു എന്നുള്ള അർത്ഥമാണ്. MD കഴിഞ്ഞിട്ട് ആ റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ്, അവരെയാണ് സീനിയർ റെസിഡന്റ് എന്ന് പറയുന്നത്. ഇവരുടെ ജൂനിയർ വരുന്നുണ്ട് കേട്ടോ, സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ്. അവരായിരിക്കും അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കുക. ഹി ഓർ ഷീ ക്യാൻ ബി എ കൺസൾട്ടന്റ് ലേറ്റർ ആഫ്റ്റർ ദ ഫ്യൂ ഇയേഴ്സ് ഓഫ് അറ്റൈനിങ് എക്സ്പീരിയൻസ്. ഈ റെസിഡൻസി പീരീഡിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ധാരാളം എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനുശേഷമാണ് പിന്നീട് അവരൊരു ഇൻഡിപെൻഡന്റ് കൺസൾട്ടന്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി അവരുടെ ഷിഫ്റ്റ് ഡ്യൂട്ടീസിനെ പറ്റിയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് സീനിയർ ആൻഡ് ജൂനിയർ സ്റ്റാഫ് എത്രയാണെന്നറിയോ? 12 hours ഡ്യൂട്ടിയാണ് അവർക്ക് വരുന്നത് കേട്ടോ. ഒരു കൺസൾട്ടന്റിന്റെ പോലെയല്ല, ഒരു റെസിഡന്റ് ഡോക്ടർമാരെന്ന് പറയുമ്പോൾ അവർക്ക് നല്ലപോലെ നല്ല വർക്ക് പ്രഷർ ഉള്ള ആളുകളാണ് കേട്ടോ. 12 hours ഡ്യൂട്ടിയാണ് അവർക്ക് വരുന്നത് കേട്ടോ. 12 മണിക്കൂർ ഡ്യൂട്ടിയാണ് അവർക്ക് വരുന്നത്. അത്രയേറെ ആ ഒരു ജോലി ഭാരമുള്ള ഡോക്ടേഴ്സ് ആണ് കേട്ടോ. കൺസൾട്ടന്റ് ആകുമ്പോൾ പിന്നെ പ്രശ്നമില്ല, പിന്നെ ആ സമയമൊക്കെ ആകുമ്പോൾ വന്ന് ജസ്റ്റ് വന്ന് പോകുക എന്നുള്ള പോലെയാണ്. പക്ഷെ റെസിഡന്റ് ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ അവര് നല്ലപോലെ വർക്ക് ലോഡുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും കേട്ടോ. 12 hours ഡ്യൂട്ടി അവർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, the senior resident has the right to start and perform emergency treatment which may be inevitable without permission. Later consultants must be informed. എന്താണ് പറയുന്നത്? ഒരു സീനിയർ റെസിഡന്റ് ഡോക്ടർക്ക് ഈ പറയുന്നത് പെർഫോം എമർജൻസി ട്രീറ്റ്മെന്റ്, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അടിയന്തര സാഹചര്യത്തില് അനുവാദമില്ലാതെ, ആരുടെ അനുവാദമില്ലാതെ? കൺസൾട്ടന്റിന്റെ അനുവാദമില്ലാതെ ഒരു അടിയന്തര ചികിത്സ തുടങ്ങാനും ട്രീറ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കാനും അവകാശം ആർക്കുണ്ട്? സീനിയർ റെസിഡന്റ് ഡോക്ടറിന് ഉണ്ട്. സാധാരണ രീതിയിൽ ഒരു കൺസൾട്ടന്റ് ഉണ്ടായിരിക്കും, അദ്ദേഹത്തിന്റെ ഗൈഡ് ലൈൻസ് അറിഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസിലായിരിക്കും റെസിഡന്റ് ഡോക്ടർമാര് പ്രവർത്തിക്കുന്നത്. ഇനി ഇൻ കേസ് അവിടെ കൺസൾട്ടന്റ് ഇല്ല, ഒരു എമർജൻസി കേസ് വന്നു, ആ ഒരു എമർജൻസി കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു എമർജൻസി കേസാണ്. പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു ഇമീഡിയറ്റ് ആയ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ കൺസൾട്ടന്റിന്റെ അനുവാദമില്ലാതെ ആ ഒരു അടിയന്തര ചികിത്സ കൊടുക്കാനും ട്രീറ്റ്മെന്റ് കൊടുക്കാനും ആ ഒരു പ്ലാൻ തയ്യാറാക്കാനുള്ള അവകാശമാണുണ്ട് സീനിയർ റെസിഡന്റ് ഡോക്ടറിന് ഉണ്ട്. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. സീനിയർ റെസിഡന്റ് ഹാസ് ദ റൈറ്റ് to start and perform the emergency treatment which may be inevitable. Inevitable എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒഴിച്ചുകൂടാനാവാത്തത്, അനിവാര്യമായതെന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒഴിച്ചുകൂടാനാവാത്ത സിറ്റുവേഷനില് വിത്തൗട്ട് പെർമിഷൻ, കൺസൾട്ടന്റിന്റെ പെർമിഷൻ ഇല്ലാതെ അടിയന്തര ചികിത്സ കൊടുക്കാനുള്ള ഒരു റൈറ്റ്, അവകാശം സീനിയർ റെസിഡന്റ് ഡോക്ടറിനുണ്ട്. ലേറ്റർ കൺസൾട്ടൻസ് മസ്റ്റ് ബി ഇൻഫോം. അതിനുശേഷം പിന്നീട് നമ്മൾ കൺസൾട്ടൻസിനത് ഇൻഫോം ചെയ്താൽ മതി. ഓക്കെ, കാരണം എമർജൻസി സിറ്റുവേഷൻ ആണ്, പെട്ടെന്ന് ഇപ്പൊ കൺസൾട്ടന്റ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് കൺസൾട്ടന്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ റെസിഡന്റ് ഡോക്ടർമാർ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് അത് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അവരുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അദ്ദേഹമാണ് ICUവിന്റെ രജിസ്ട്രാർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ ഡ്യൂട്ടി ടൈം ഒന്ന് ഓർത്ത് വയ്ക്കാൻ, 12 hours ഡ്യൂട്ടിയാണ് അവർക്ക് വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ആളെ നോക്കാം കേട്ടോ. ജൂനിയർ റെസിഡന്റ് ഇൻ ICU കേട്ടോ. ഇനി നമ്മൾ ജൂനിയർ റെസിഡന്റ് ഡോക്ടർമാരെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഈ റെസിഡന്റ് ഡോക്ടർമാരെ തന്നെ എന്താണ്, ഇപ്പൊ നോമ്പായോണ്ട് ഉറക്കം വരിക. ഓക്കെ ഓക്കെ, അപ്പം നോമ്പൊക്കെ കഴിയാൻ സമയമായല്ലോ, ഇപ്പം പെരുന്നാൾ എടുക്കാറായല്ലോ അല്ലെ? അപ്പോഴേക്കും നോമ്പൊക്കെ തീരില്ലേ? ഓക്കെ, അതുവരെയുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, കുഴപ്പമുണ്ടാവില്ല.
അപ്പൊ നോക്കാം ജൂനിയർ റെസിഡന്റ് ഇൻ ICU. അപ്പൊ നോക്കിയേ, 1 doctor in training ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ. നിലവിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്ന ഡോക്ടേഴ്സ് ആണ് കേട്ടോ. നമ്മൾ സീനിയർ റെസിഡന്റിൽ എന്താ പറഞ്ഞത്? പോസ്റ്റ് MD എന്നാണ് പറഞ്ഞത്. MD കഴിഞ്ഞിട്ടുള്ള ആൾക്കാര്, MD എന്ന് വെച്ചാൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് കേട്ടോ. സ്പെഷ്യലൈസേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഡോക്ടർ, കഴിഞ്ഞതിന് ശേഷം എന്നുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്ന പോസ്റ്റ്. ആ പോസ്റ്റ് MD ഇവിടെ എന്ന് പറയുമ്പോൾ ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ, നിലവിൽ അവർ MD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മറ്റവര് ചെയ്ത് കഴിഞ്ഞു. MD കഴിഞ്ഞിട്ട് അവർ റെസിഡൻസിൽ കയറി, ആ വർക്കിങ്ങിന് കയറി. ഇവരും വർക്കിലാണ്, പക്ഷെ ഇവര് അതോടൊപ്പം ഡ്യൂറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിഡന്റ് ഡോക്ടർമാർ, അവരാണ് ജൂനിയർ റെസിഡന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവരെ പറ്റിയാണ് പറയുന്നത്. 1 doctor in training, that means during the post graduation, will be on duty in unit day and night. അവരെന്ന് പറയുമ്പോൾ രാത്രിയും പകലും ഇത് ഫുൾ ടൈം അവിടെ ഉണ്ടായിരിക്കും. ഈ പറയുന്ന നമ്മുടെ ICU-നകത്ത് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? The duty would include keeping the patient's records while in ICU and preparing the summaries. അപ്പൊ ഈ പറയുന്ന ICU-ലായിരിക്കുന്ന പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നതും, അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെന്റ് സമ്മറീസുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ആരായിരിക്കും? ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആയിരിക്കും. അതും ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അതായത് who is responsible for keeping the patient records while in ICU and preparing summaries. അതായത് ICU-ലായിരിക്കുന്ന പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുന്നതും, അതുപോലെ അവരുടെ ട്രീറ്റ്മെന്റ് സമ്മറികളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാണ്? ജൂനിയർ റെസിഡന്റ് ആണ്. മാറിപ്പോവരുത്, സീനിയർ റെസിഡന്റ് എഴുതി വെക്കരുത് കേട്ടോ. ജൂനിയർ റെസിഡന്റ് ആണ്. ഹു ഈസ് ദ രജിസ്ട്രാർ ഇൻ ICU, അത് സീനിയർ റെസിഡന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഡോക്ടേഴ്സിന്റെ ജേർണി ഭയങ്കര ഒരു ഇതാണ് അല്ലെ. അവർ എന്തുമാത്രം പഠിച്ചിട്ടാണ് ആ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ റെസിഡൻസിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിനാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ വർക്കുലോടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വർഷമാണ് കൊൽക്കത്തയിൽ ഇതുപോലൊരു ലേഡി ഡോക്ടറിനെ റേപ്പ് ചെയ്ത് കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കൊൽക്കത്തയിൽ ഉണ്ടായിരുന്നേ. അപ്പൊ അത് ഇതുപോലെ തന്നെ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്. അവർക്ക് ഭയങ്കര വർക്ക് ലോഡാണ്. അവർ ആ ജോലിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്നതിന്റെ ഇടയിൽ സംഭവിച്ചൊരു പ്രശ്നമായിരുന്നു അല്ലെ. ഒരു കൊൽക്കത്ത റേപ്പിംഗ് കേസ് നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. റെസിഡന്റ് ഡോക്ടർ എന്ന് വെച്ചാൽ ഭയങ്കര വർക്ക് ലോഡാണ്. ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കേട്ടോ. കൺസൾട്ടന്റ് ഒക്കെ ആവുമ്പോൾ കുറച്ചും കൂടെ അവർക്ക് എന്താ ഒരു ഇൻഡിപെൻഡന്റ് ആയി കഴിയുമ്പോൾ പിന്നെ വേറെ പ്രശ്നമില്ല. പക്ഷെ അതുവരെ അവരുടെ ജേർണി എന്ന് പറയുന്നത് വളരെ ടഫ് ആണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഇനി അടുത്തത് കേട്ടോ. അടുത്തതാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. ഇതാണ് ICU അഡ്മിഷൻ ക്രൈറ്റീരിയ. ഇനി നമ്മൾ ICU-ന്റെ പ്രവേശനത്തിനുള്ള ചില മാനദണ്ഡങ്ങളുണ്ട് കേട്ടോ. ചില ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ICU-ലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. നമുക്കൊരു കാര്യം അറിയാം, ICU എന്ന് പറയുമ്പോൾ അവിടെ വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ ഉള്ളൂ, കുറച്ച് ബെഡുകളേ ഉള്ളൂ അല്ലെ. എല്ലാവരെയും നമുക്ക് അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചില ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തത് ആ ഒരു ക്രൈറ്റീരിയ ICU അഡ്മിഷന് കാരണമാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ടു ഒപ്റ്റിമൈസ് ICU റിസോഴ്സസ് ആൻഡ് എൻഹാൻസ് ദ ഔട്ട്കംസ്, ICU അഡ്മിഷൻസ് ഷുഡ് ബി ഗൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. എന്താണ് അവിടെ പറയുന്നത്? ടു ഒപ്റ്റിമൈസ്. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കാര്യത്തിന് ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ചെയ്യണം. നല്ല ഡ്യൂട്ടി ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം, ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനകരമാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ടു ഒപ്റ്റിമൈസ് ICU റിസോഴ്സസ് ആൻഡ് എൻഹാൻസ് ദ ഔട്ട്കംസ്. അപ്പൊ ICU-ന് ലഭ്യമായിട്ടുള്ള ICU റിസോഴ്സുകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും അല്ലെ നല്ലൊരു ഔട്ട്കംസ് അതിൽ നിന്ന് ലഭിക്കാനും വേണ്ടിയിട്ട് ICU അഡ്മിഷൻ ഷുഡ് ബി ഗൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. ICU അഡ്മിഷൻ ചില മാനദണ്ഡങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് വേണം നടത്താനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ICU റിസോഴ്സിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താനും നല്ലൊരു ഔട്ട്കംസ് നമുക്ക് അതിന് കിട്ടുള്ളൂ. അപ്പൊ അതിന് കാരണമായിട്ടുള്ള ചില ഫാക്ടേഴ്സുകളാണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കണം. എത്ര പോയിന്റ് ഉണ്ട്? നമുക്ക് 6 പോയിന്റ് ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ നോക്കിക്കേ, prioritization in accordance with the patient's severity of illness. എന്താണ് പറയുന്നത്? പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ടു ദ പേഷ്യൻസ്
സിവിയറിറ്റി ഓഫ് ഇൽനെസ്. അതായത് ഇപ്പൊ രോഗികളുടെ അവരുടെ അസുഖത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് അല്ലെ തീവ്രതയ്ക്കനുസരിച്ചുള്ള മുൻഗണനാ ക്രമത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പേഷ്യൻസിനെ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യാൻ. നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്ന കാര്യമുള്ളൂ. ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, എല്ലാവരെയും നമുക്ക് ഒരുപോലെ ചിലപ്പോ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യേണ്ട പറ്റിയെന്ന് വരില്ല. അതിനകത്ത് അവരുടെ ആ ഒരു രോഗത്തിന്റെ തീവ്രതയ്ക്കനുസരിച്ച് മുൻഗണന കൊടുക്കേണ്ട ചില പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു പ്രയോറിറ്റൈസേഷൻ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് കേട്ടോ. ICU അഡ്മിഷനുള്ളൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അതാണ് അവിടെ പറയുന്നത്, പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യൻസ് സിവിയറിറ്റി ഓഫ് ദ ഇൽനെസ്. പേഷ്യന്റിന്റെ രോഗത്തിന്റെ തീവ്രതയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ICUവിലോട്ട് അഡ്മിഷൻ നടത്താനായിട്ട്. ഓക്കെ ആണോ? രണ്ടാമത്തെ പോയിന്റ് ആണ് സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ദ ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പീസ്. ഇപ്പൊ ചില സ്പെസിഫിക് പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പികൾ ആവശ്യമായിട്ട് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് പല ലൈഫ് സപ്പോർട്ടിംഗ് തെറാപ്പികൾ ആവശ്യമായിട്ട് വരും. ഇപ്പൊ ചില പേഷ്യൻസ് ഉണ്ട്, അവർക്ക് ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി മാത്രമേ അവർക്ക് ശ്വസിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രമേ അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അവരുടെ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമുള്ള ചില സ്പെസിഫിക് നീഡ്സ് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും ആവശ്യമില്ല, ചില സ്പെസിഫിക് പേഷ്യൻസിന് അവർക്ക് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ICUവിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് മറ്റൊരു ക്രൈറ്റീരിയ കേട്ടോ, സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് സച്ച് ആസ് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ്. അടുത്ത നോക്കാം, ഡയഗ്നോസിസ് അല്ലെ, രോഗനിർണയം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ ചാപ്റ്ററിന്റെ തുടക്കം നമ്മൾ പറഞ്ഞു അല്ലെ, ചില പ്രത്യേക രോഗങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്നു. അത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ എവിടെ പരിചരണം കൊടുക്കുള്ളൂ, ICUവിനകത്തേ നമ്മൾ പരിചരണം കൊടുക്കുള്ളൂ അല്ലെ. അതാണ് അവിടെ പറയുന്ന ഡയഗ്നോസിസ് കേട്ടോ. ചില പ്രത്യേക രോഗങ്ങളുടെ രോഗങ്ങള് അതെന്തിന് കാരണമാവാറുണ്ട്, ICU അഡ്മിഷന് കാരണമാവാറുണ്ട്. അത് നമ്മൾ തുടക്കത്തിലേ പഠിച്ചു അല്ലെ. ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞു എങ്ങനെയുള്ള കേസുകൾ, സിവിയർ ബേൺസ്, റെസ്പിറേറ്ററി ഫെയിലിയർ, കാർഡിയോതൊറാസിക് സർജറികൾ, മേജർ ട്രോമ, സെപ്സിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻസ്, കാർഡിയാക് അറസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് നമ്മൾക്ക് ഇന്റൻസീവ് കെയർ കൊടുക്കണം. അങ്ങനെയുള്ളവരെ നമ്മൾ ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതും ഒരു ക്രൈറ്റീരിയ ആണ്. മനസ്സിലായല്ലോ? അടുത്തത് പ്രോഗ്നോസിസ്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പ്രോഗ്നോസിസ് എന്താണ്? പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രഡിക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ പ്രവചിക്കാം എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രഡിക്ഷൻ ഫോർ ദ പ്രോഗ്രസ് ആണ്. അതായത് ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതും ICU അഡ്മിഷന് ഒരു ക്രൈറ്റീരിയ ആയിട്ട്, ഒരു ഫാക്ടർ ആയിട്ടാണ് അവർ പറയുന്നത്. പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ പ്രഡിക്ഷൻ ആണ്, പ്രവചനം. ഇപ്പൊ ഒരു പേഷ്യന്റിനെ ഡോക്ടർ പരിചരിക്കുന്ന സമയത്ത് ആ ഒരു ഡോക്ടർക്ക് അത് ആക്ച്വലി കറക്റ്റ് ആണ് കേട്ടോ, നമ്മൾ പറഞ്ഞ കറക്റ്റ് ആണ്, ചാൻസ് ഓഫ് റിക്കവറി അല്ലെ, പ്രഡിക്ഷൻ ഓഫ് പ്രോഗ്രസ് അല്ലെങ്കിൽ ചാൻസ് ഓഫ് റിക്കവറി ആണ്. ആ ഒരു രോഗിക്ക് റിക്കവറി ചെയ്യാനുള്ള ആ ഒരു ചാൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു രോഗിയുടെ എന്താ പറയാ ആ ഒരു പ്രോഗ്രസിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ചാൻസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചില രോഗികളെ പരിചരിക്കും ഡോക്ടേഴ്സിന് തോന്നുന്നതാണ് ഈ ഒരു രോഗിയുടെ റിക്കവറിക്ക് അല്ലെങ്കിൽ ഈ ഒരു രോഗിക്ക് ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു പരിചരണം അല്ലെങ്കിൽ ICU കെയർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ അവസ്ഥ കുറച്ചും കൂടെ ബെറ്റർ ആവും, അല്ലെങ്കിൽ അവരൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും, കുറച്ചും കൂടെ പ്രോഗ്രസ് ഉണ്ടാവും. അങ്ങനെ ഒരു ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ അത്തരം രോഗികളെ നമുക്ക് എന്ത് ചെയ്യാം, ICUവിലോട്ട് അഡ്മിറ്റ് ചെയ്യും. അതേസമയം ചില ലൈഫ് ത്രെട്ടണിങ് ഇൽനെസ് ഒക്കെ ഉള്ള ആളുകളുടെ അവർക്ക് ഈ പറയുന്ന ചാൻസ് ഓഫ് റിക്കവറി വളരെ കുറവായിരിക്കും അല്ല, അങ്ങനെയുണ്ട്. അപ്പൊ അതൊരു പ്രോഗ്നോസിസ് ആണ്. അതായത് റിക്കവറി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ കുറെ കൂടെ പ്രോഗ്രസ് ആവും, കുറെ കൂടെ അവര് ബെറ്റർ ആവും, അതൊരു പ്രഡിക്ഷൻ ആണ്. നമുക്കത് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമല്ല, പ്രഡിക്ഷൻ ആണ്. ചിലപ്പോൾ നല്ല ബെറ്റർ ആയിട്ട് വന്ന ആള് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഡൗൺ ആയി പോവാം, അങ്ങനെയും വരാമല്ലോ. അപ്പൊ അതൊക്കെ ഒരു പ്രഡിക്ഷൻ ആണ് കേട്ടോ, ചാൻസ് ഓഫ് റിക്കവറി ആണ്. അതും എന്താണ്, ICU അഡ്മിഷൻ ഒരു കാരണമാവാറുണ്ട്. ഡോക്ടർക്ക് തോന്നുകയാണ് ഇയാളൊരു ICU കെയർ കൊടുക്കുകയാണെങ്കിൽ ഇയാളുടെ കേസ് കുറച്ചും കൂടെ അതായത് ബെറ്റർ ആകും, അല്ലെങ്കിൽ കുറച്ചും കൂടെ സ്റ്റേബിൾ ആക്കാൻ നല്ലതാണ്, കുറച്ചും കൂടെ നല്ലൊരു ഔട്ട്കം കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അവരെന്ത് ചെയ്യാം, ICUവിനകത്ത് അഡ്മിറ്റ് ചെയ്ത് ആ രീതിയിലുള്ള പരിചരണങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അതാണ് കേട്ടോ പ്രോഗ്നോസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കിക്കേ, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻ. അതും ഇതും ഏകദേശം ഒരുപോലത്തെ അർത്ഥമാണ് കേട്ടോ. പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്, അതായത് ICU ഇന്റർവെൻഷൻസിലൂടെ, ICUവിലെ ഇടപെടലുകളിലൂടെ
ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്. ഈ പ്രോഗ്നോസിസ് പോലെ തന്നെ സംഭവമാണ്. ICU ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്, നല്ലൊരു ബെനിഫിറ്റ് ആ രോഗിക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഒരു പ്രഡിക്ഷനും കൂടെയാണ് അല്ലെ, നമ്മൾ അതിന് എക്സ്പെക്ട് ചെയ്യുന്ന സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്, ബെനിഫിറ്റുകളാണ്. അപ്പൊ അതും എന്താണ് ഈ പറയുന്ന ICU അഡ്മിഷൻ ഒരു കാരണമാവാറുണ്ട്. നമ്മൾ ICU അഡ്മിഷന് കാരണമാകുന്ന ചില ഫാക്ടേഴ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതേ ചോദിക്കാൻ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ ICUയിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാം അല്ലെ. ഓക്കെ, അതാണ് പറയുന്നത് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് കേട്ടോ. ജുബി പറഞ്ഞ പോലെ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില കേസുകൾ ഉണ്ടായിരിക്കാം. ചിലവരുടെ കേസിൽ നമുക്ക് അത് ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് ബെഡ് അവൈലബിലിറ്റി. അതറിയാലോ, നമുക്കറിയാം ICU എന്ന് പറയുന്നത് അതിൽ ധാരാളം ബെഡ്സ് ഒന്നും ഇല്ല, വളരെ ഫ്യൂ ബെഡ്സ് മാത്രമേ അവിടെ ഉള്ളൂ. ബെഡിന്റെ അവൈലബിലിറ്റിയും എന്താണ് ഒരു ഫാക്ടറാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ICU അഡ്മിഷൻ ക്രൈറ്റീരിയസ് ഏതൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഒന്ന്, പ്രയോറിറ്റൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ പേഷ്യന്റ് സിവിയറിറ്റി ഓഫ് ഇൽനസ് അല്ലെ, രോഗിയുടെ രോഗ തീവ്രതയ്ക്ക് അനുസരിച്ചുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്പെസിഫിക് പേഷ്യന്റ് നീഡ്സ് ലൈക്ക് ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ്, ലൈഫ് സപ്പോർട്ടീവ് തെറാപ്പീസ് ആവശ്യമുള്ള ആ രീതിയിൽ ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില അതൊക്കെ സ്പെസിഫിക് പേഷ്യൻസ് ആണ് അല്ലെ. അപ്പൊ അവരുടെ നീഡ്സിനനുസരിച്ചുകൊണ്ടും അതും ഒരു ഫാക്ടറാണ്. ഡയഗ്നോസിസ് ഒരു ഫാക്ടറാണ്, പ്രോഗ്നോസിസ് ഒരു ഫാക്ടറാണ്, പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ദ ഇന്റർവെൻഷൻസ്, ലാസ്റ്റ് വൺ ബെഡ് അവൈലബിലിറ്റി. ഓക്കെ ആണോ? മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്തത് കേട്ടോ, ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ് കേട്ടോ, ഡേ ടു ഡേ കെയർ പ്രൊസീജിയേഴ്സ്. അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അവിടെ പറയുന്നില്ല, ജനറലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ അവിടെ പറയുന്നത്. വായിക്കാം. കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി ഫോർ ദ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യൻസ് ഇൻ ICU അല്ലെ. അതായത് നമ്മൾ ICUയിലുള്ള പേഷ്യൻസിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് എന്ത് വേണം? പാരന്റ് യൂണിറ്റുമായിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴും അത്യാവശ്യമാണ്. എന്താണ് പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ ICUയിലേക്ക് അഡ്മിഷൻ ചെയ്യുന്നതിന് മുൻപും അഡ്മിഷന് ശേഷവും ഈ പറയുന്ന രോഗിക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന, അതായത് ഈ പറയുന്ന മെഡിക്കൽ ഓവറോൾ കെയർ കൊടുക്കുന്ന സർജിക്കൽ മെഡിക്കൽ യൂണിറ്റുകൾ ഉണ്ടാവുമല്ലോ, അവരെയാണ് നമ്മൾ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു രോഗിക്ക് ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പേഷ്യന്റ്, അപ്പൊ കാർഡിയോളജിയുടെ ഡോക്ടേഴ്സും ഒക്കെ ജസ്റ്റ് അവരെ പരിശോധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്, അവര് ഈ പറയുന്ന ഒരു സിവിയർ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ അവരെ കാർഡിയക് ICUയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. അപ്പൊ അവരുടെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ടീമുകളാണ് അല്ലെ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു രോഗിക്ക് അവരുടെ എന്താ പറയുക ICU അഡ്മിഷന്റെ മുമ്പും അതിനുശേഷവും ഒരു ഓവറോൾ പരിചരണം കൊടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സർജിക്കൽ മെഡിക്കൽ യൂണിറ്റ് ഉണ്ടാവുമല്ലോ. എവിടെ നിന്നാണോ അവര് ICUയിലോട്ട് ഷിഫ്റ്റ് ചെയ്തത് അവർക്ക് പ്രാഥമിക പരിചരണങ്ങളും മറ്റും കൊടുത്തിരുന്ന ഒരു ടീം ഉണ്ടായിരിക്കും. അതാണ് അവരുടെ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന പാരന്റ് യൂണിറ്റുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവണമെന്ന് പറഞ്ഞത്? രോഗിക്ക് ഏറ്റവും നല്ല പരിചരണങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവരുടെ ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ നിലനിർത്താൻ വേണ്ടിയിട്ട്. കാര്യം ഇവരെ പറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും പാരന്റ് യൂണിറ്റിന് അറിയാൻ പറ്റും. അവരുടെ കണ്ടീഷൻ എങ്ങനെയായിരുന്നു, ഏത് അവസ്ഥയിലാണ് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്, എന്തായിരുന്നു അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ്, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് പാരന്റ് യൂണിറ്റിന് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. അപ്പൊ ആ ഒരു യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ ICUവിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അവരായിട്ട് ഒരു കണക്ഷൻ ഇല്ലാതിരുന്ന ശരിയാവോ? അപ്പൊ രോഗിക്ക് ഒരു കണ്ടിന്യൂറ്റി കെയർ അവിടെ നഷ്ടപ്പെടും. അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാരന്റ് യൂണിറ്റുമായിട്ട് ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, കണക്ഷൻ വിത്ത് ദ പാരന്റ് യൂണിറ്റ് ഈസ് നെസസറി for the proper treatment of the patient in ICU. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കുന്നത് കേട്ടോ. Routine ICU rounds shall be held in morning at 9 to 11 AM under whom patient is admitted. ചോദിക്കാറുണ്ട് കേട്ടോ. റൂട്ടീൻ ICU റൗണ്ട്സ് ഏത് സമയത്താണ് നടക്കുന്നത്? മോർണിംഗിലാണ് കേട്ടോ. രാവിലെ ഒരു 9 തൊട്ട് 11 മണി വരെയുള്ള സമയത്താണ് സാധാരണയായിട്ട് ICU റൗണ്ട്സുകൾ നടക്കുന്നത്. ഓക്കെ, പഠിച്ചു വെക്കണം കേട്ടോ. മോർണിംഗ് ആണ് ഈവനിങ് ആണെന്നൊക്കെ മാറ്റി മാറ്റി ഓപ്ഷൻ തരും കേട്ടോ. അപ്പൊ മോർണിംഗ് 9 to 11 AM സമയത്താണ് റൂട്ടീൻ ആയിട്ടുള്ള ICU റൗണ്ട്സുകൾ നടക്കുന്നത് കേട്ടോ. The main decision regarding the treatments is taken in these rounds. ഈ ഒരു രോഗിയെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും അവിടെ തീരുമാനങ്ങളൊക്കെ വരുന്നത് ഈ പറയുന്ന ICU റൗണ്ട്സിന്റെ സമയത്താണ് കേട്ടോ. 9 to മോർണിംഗ്, പ്രത്യേകം പറയാണ് മോർണിംഗ് 9 to 11 AM.
അടുത്തത് നോക്കിക്കേ, the treatment initiated to the patients is written by the senior resident posted in ICU. Extensive care is given to patient. ഒന്നുമില്ല, അതിന്റെ പോയിന്റ് ഒന്നുമല്ല. അതായത് ഈ പറയുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന, അവർക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളെല്ലാം തന്നെ എടുക്കുന്നത് സീനിയർ റെസിഡൻസ് ആണ്. അവരാണ് എഴുതി വെക്കുന്നത് കേട്ടോ. പേഷ്യൻസിന് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ എഴുതി വെക്കുന്നത് സീനിയർ റെസിഡന്റ് ഡോക്ടേഴ്സ് ആണ്. ICU പോസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അദ്ദേഹം എന്ന് പറയുന്ന വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു പരിചരണമാണ് ആർക്ക് കൊടുക്കുന്നത്, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് വേറെ പോയിന്റുകളൊന്നും പഠിക്കാനില്ല. ഒരേ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെക്കുക. 9 to 11 AM മോർണിംഗ് സമയത്താണ് ICU റൗണ്ട്സുകൾ സാധാരണയായിട്ട് നടത്തുന്നത് കേട്ടോ. ആ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ പാരന്റ് യൂണിറ്റുമായിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ ശ്രീലക്ഷ്മി, ഞാൻ പാരന്റ് യൂണിറ്റ് എന്താണെന്ന് കേട്ടില്ലേ? പാരന്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ICUന്റെ അഡ്മിഷന് മുമ്പും ICU അഡ്മിഷന് ശേഷവും രോഗിക്ക് ഓവറോൾ പരിചരണം കൊടുക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കില്ലേ? അവരെയാണ് നമ്മൾ പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പാരന്റ് യൂണിറ്റ് കേട്ടോ. അതായത് നമ്മൾ ICUലോട്ട് അഡ്മിഷൻ നടത്തുന്നതിന് മുൻപായിട്ട്, ഇങ്ങനെ അഡ്മിഷന് ശേഷം ICU എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള പരിചരണങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ടാവുമല്ലോ, അവരെയാണ് പാരന്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ പാരന്റ് എന്ന് പറയുമ്പോൾ എന്താ, അവിടെ നിന്നാണ് അവര് വന്നത് അല്ല, ആ ഒരു യൂണിറ്റിൽ നിന്നാണ് അവർ ICUലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. മനസ്സിലായി വിചാരിക്കും. ഓക്കെ, ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സും കൂടെ പറഞ്ഞിട്ട് നിർത്താം. അതിൽ വലിയ വലിയ പോയിന്റുകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പേഷ്യൻസ് ഹു ആർ റിക്കവേർഡ് ആൻഡ് ആർ സ്റ്റഡി ക്യാൻ ബി ഡിസ്ചാർജ് കേട്ടോ. ICU ഡിസ്ചാർജിനെ പറ്റിയാണ് ഈ പറയുന്നത്. പേഷ്യൻസ് റിക്കവർ ചെയ്ത പേഷ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ, പേഷ്യന്റിന്റെ കണ്ടീഷൻ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെ എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാം, ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം. പിന്നെ എന്താണ് പറയുന്നത്, the patients in whom immediate threat is lessened but needs close observation can either be discharged to the wards or in intermediate care areas depending on the need for ICU beds. എന്താണ് അവിടെ പറയുന്നത്, അതായത് ഇപ്പോൾ ചില രോഗികൾക്ക് അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ത്രെട്ടനിങ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഏറ്റവും എന്താ പറയാ, രോഗ തീവ്രമായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അവരെ നമ്മൾ ICUലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ഇമ്മീഡിയറ്റ് ത്രെട്ട്, ആ ഒരു രോഗ തീവ്രത അവരുടെ കുറഞ്ഞെങ്കിലും അവർക്ക് എന്താണ്, ഈ പറയുന്ന ഒരു ക്ലോസ് ഒബ്സർവേഷൻ അവർക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള പേഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വാർഡിലോട്ടോ മറ്റേതെങ്കിലും ഇന്റർമീഡിയറ്റ് ഏരിയസിലോട്ട് അവരെ മാറ്റാം. അത് ICUവിന്റെ ബെഡിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച്. അങ്ങനെ കുറെ നാള് നമുക്ക് ICUവിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന രോഗി കുറച്ചും കൂടെ ബെറ്റർ ആയി, അവരുടെ ആ ഒരു ഇമ്മീഡിയറ്റ് ത്രെട്ടനിങ് അവരുടെ കുറഞ്ഞു, അങ്ങനെയുള്ള കേസ് ആകുമ്പോൾ നമുക്ക് അവരെ ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് വാർഡിലേക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പേഷ്യൻസ് ഇൻ ഹൂം death is agreed to be impending even if intensive care is continued, again kept in ICU depending on the availability of resources. വേറൊന്നുമല്ല, അതായത് ഇപ്പം മരണം കാത്തിരിക്കുന്ന ചില പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്ക് ഇന്റൻസീവ് കെയർ ഒക്കെ കൊടുക്കുന്നുണ്ട്, എങ്കിൽ കൂടിയും അവരുടെ മരണം ഉറപ്പാണ്. അങ്ങനെയുള്ള ചില പേഷ്യൻസ് ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളത് ICUവിൽ തന്നെ കീപ്പ് ചെയ്യാം എന്നാണ് പറയുന്നത് കേട്ടോ. അത് ഈ പറയുന്ന അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ബെഡിന്റെ അവൈലബിലിറ്റി കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾ ICUവിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പരിചരിക്കാം എന്നാണ് പറയുന്നത്. ജനറലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്, വേറെ പോയിന്റുകളൊന്നുമില്ല. പേഷ്യൻസ് കുറച്ചുകൂടി റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പേഷ്യന്റിനെ നമുക്ക് ICUവിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാം കേട്ടോ. ആ ഒരു കാര്യത്തെ പറ്റിയാണ് അത് പറയുന്നത്. ക്ലിയർ ആണോ? അതുപോലെ ഇപ്പൊ മരണം ഉറപ്പായിട്ടുള്ള രോഗികളുണ്ട്, അവർക്ക് ഇന്റൻസീവ് കെയർ ഒക്കെ കൊടുക്കുന്നുണ്ട്, എങ്കിൽ കൂടിയും മരണം ഉറപ്പായിട്ടുള്ള ചില പേഷ്യൻസ് ഉണ്ടാവും. അങ്ങനെയുള്ളവരെ ബെഡ് അവൈലബിലിറ്റിക്കൊക്കെ അനുസരിച്ചുകൊണ്ട് ICUവിൽ തന്നെ പരിചരിക്കാനാണ് അവര് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും മതി കേട്ടോ. ഞാൻ അധികം ഇന്ന് എടുത്തിട്ടില്ല, ആകെ 2 പേജ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, കൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എല്ലാവർക്കും ടെക്സ്റ്റ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കിട്ടിയില്ലേ ടെക്സ്റ്റ്? അപ്പൊ ശരി, അഡ്മിഷനിലെ മറ്റേ ആ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഫ്രം ഇന്റർവെൻഷൻസ് അതൊന്ന് പറഞ്ഞു തരുമോ?
പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ഫ്രം ദ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ചില പേഷ്യൻസിന്റെ കണ്ടീഷൻ ഇപ്പൊ ഡോക്ടർ ചികിത്സിക്കുമ്പോൾ ഡോക്ടർക്ക് തോന്നുകയാണ് ആ ഒരു പേഷ്യന്റിന് ഇന്റൻസീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ അവർ ബെറ്റർ ആകും, അവർ കുറച്ചും കൂടെ ബെറ്റർ ആകും എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാം, ഐസിയുലോട്ട് അഡ്മിറ്റ് ചെയ്യാം. അതാണ് പറഞ്ഞത് പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്, അതായത് പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അപ്പൊ നമ്മളത് എക്സ്പെക്ടേഷൻ ആണത്. ആ രോഗിക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ്, ഒരു ഇന്റൻസീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ, ഒരു ഐസിയുല് അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് നല്ലൊരു പരിചരണം കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷനിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികളെ നമുക്ക് എന്ത് ചെയ്യാം, ഐസിയുലോട്ട് അഡ്മിറ്റ് ചെയ്യാം. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ശരിയാണ്, താങ്ക് യു.